ഹരി ഓം. ഷഷ്ഠസ്കന്ധം തുടരുന്നു. ഷഷ്ഠസ്കന്ധത്തിലെ 8-ാം അധ്യായം തുടരുന്നു. 23-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ വായിച്ചത്. 24-ാമത്തെ ത്വം തിഗ്മധാരാസി വരാരി സൈന്യം ഈശപ്രയുക്തോ മമ ഛിന്തി ചക്ഷൂംഷി ചർമ്മൻ ശതചന്ദ്രഛാദയ ദുഷാമഘോനാം ഹരപാപചക്ഷുഷാം. ത്വം തിഗ്മധാരാസി വരാരി സൈന്യം. ത്വം തിഗ്മധാരാസി അസിവരം ശ്രേഷ്ഠനായ വാൾ. അസിവര വാളിൻ്റെ പേരല്ലത്, ശ്രേഷ്ഠമായ വാള. വാളിനൊരു വിശേഷണം പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. വര എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ അസി. ത്വം തിഗ്മധാര തീക്ഷ്ണമായ ധാരയോടുകൂടിയ ശ്രേഷ്ഠതയുള്ള വാള് നീ. ത്വം നീ ഈശപ്രയുക്ത ഈശനാൽ പ്രയോഗിക്കപ്പെട്ടവനായിട്ട് മമ ആരി സൈന്യം എൻ്റെ ശത്രു സൈന്യത്തെ ചിന്തി എന്നുവെച്ചാൽ ചിന്തി ഛേദിക്കുക, മുറിച്ചു കളഞ്ഞാലും. ശതചന്ദ്ര 100 ചന്ദ്രാകാര മണ്ഡലങ്ങളോട് കൂടിയ ചർമ്മമേ. ചർമ്മം എന്നുവെച്ചാൽ പരിച ചർമ്മം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ചർമ്മം എന്നൊരു പേര് പരിചയ്ക്കുണ്ട്. അഘോന യാഗം കഴിക്കുന്നവരുടെ അഘോന എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യുന്നവർ, യാഗം കഴിക്കുന്നവരുടെ ദ്വേഷം ഉള്ളവർ. നമ്മുടെ ദ്വേഷികളാരാ? നമ്മുടെ ശത്രുക്കളുടെ ചക്ഷുവംശി കണ്ണുകളെ നിരോധിച്ചാലും കാണാൻ അവർക്ക് സാധിക്കാതെ വരുത്തുക. പാപചക്ഷുഷ ദൃഷ്ടികളുടെ ചക്ഷുവംശി നേത്രങ്ങളെ ഹരിച്ചാലും. അതായത് തീക്ഷ്ണമായ ധാരയോടുകൂടെ ശ്രേഷ്ഠമായ വാള് ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ ആജ്ഞയോടുകൂടി നീ എൻ്റെ അരികളെ, എൻ്റെ ശത്രുക്കളെ മുറിച്ച് തള്ളിവിടുക. ചന്ദ്രാകാരമായ അനേകം പുള്ളികളോട് കൂടിയ കുത്തുകളോട് കൂടിയ നമ്മുടെ പരിച ആ യാഗവിഘ്നം ചെയ്യുന്നവരുടെ നേത്രങ്ങളെ മറച്ചു കളയുക. എൻ്റെ നേരെ ഉഗ്രമായി നോക്കുന്നവരുടെ കണ്ണുകളെ നശിപ്പിക്കുക. ആ പ്രാർത്ഥനയിലുള്ളതാണ്. എൻ്റെ ശത്രുക്കളെ എല്ലാ തരത്തിലും ഉന്മൂലനാശം വരുത്തുക. അതിനകത്ത് തിരിക്കാനുള്ളതുണ്ടോ നോക്കാമേ. ത്വം തിഗ്മധാര വരാരി സൈന്യ. അതൊന്നിച്ച് വായിച്ചാൽ മതി. അതിനകത്ത് വേറെ പറയുമ്പോൾ നിങ്ങൾ അസിവരം എന്നുള്ള വാക്കാണ്. അസിവര തിഗ്മധാര അസിവരാരി സൈന്യം. സൈന്യം എന്നാക്കുക, പിന്നെ ഈശപ്രയുക്തോ എന്നാക്കുക. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ആ വാക്ക് ഇങ്ങനെയാണ്. തിഗ്മധാര അധികം അസിവര ആണ്. തിഗ്മധാര അസിവര എന്ന് പറഞ്ഞാൽ ധാരാസി. ത്വം തിഗ്മധാര അസിവര അരിസൈന്യ ഈശപ്രയുക്തം ഒന്നിച്ച് വായിച്ചാൽ മതി കേട്ടോ. അതിനകത്ത് അവിടെ നിങ്ങൾ ഒത്തിരി തിരുത്തി വായിക്കുമ്പം ഒരുപാട് തെറ്റ് വരും. അരി സൈന്യം അങ്ങനെ. അപ്പോൾ എല്ലാത്തിനകത്തും ചേർത്ത് നമുക്ക് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വായിച്ചാൽ മതി. എന്നോ ഭയം ഗൃഹേഭ്യോ ബോധ. ഈ ശ്ലോകമാണ് ഏറ്റവും എല്ലാവരെയും കുഴപ്പിക്കുന്നത് സാധാരണ. എന്നോ ഭയം ഗൃഹേഭ്യോ ബോധ കേതുഭ്യോ നൃഭ്യ ഏവച സരീസൃഭേഭ്യോ ദംഷ്ടൃഭ്യോ ഭൂതേഭ്യോം ഹോഭ്യ ഏവവ. ഭൂതേഭ്യോം എന്നാണ്. ഭൂതേഭ്യ അംഹോഭ്യ എന്നാണ്. അംഹോഭ്യ ഭൂതേഭ്യോം ഹോഭ്യ ഭൂതേഭ്യോ അംഹോഭ്യ. അപ്പം സരീസൃഭേഭ്യോ ദംഷ്ടൃഭ്യോ ഭൂതേഭ്യോ അംഹോഭ്യ ഏവവ. അംഹോഭ്യ എന്നാണ്. അംഹോഭ്യ എന്നാണ് ആ വാക്ക്. പാപങ്ങളിൽ നിന്നും അംഹോഭ്യ പാപങ്ങളിൽ നിന്നെല്ലാം. ഭൂതേഭ്യ എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളിൽ നിന്നെല്ലാം. അതുപോലെ ഗ്രഹങ്ങളിൽ നിന്ന് ഓരോ ഗ്രഹങ്ങളുടെ ദോഷം പറയല്ലേ. ശനി ചീത്ത
ശനിദശയാണ്, പിന്നെ വ്യാഴദശയാണ്, അങ്ങനെയൊക്കെ പറയുന്നത് രാഹുർദശയാണ് എന്നൊക്കെ പറയുന്ന അതാണ് ഗ്രഹങ്ങൾ. ആ ഗ്രഹങ്ങളിൽ നിന്നും ധൂമകേതുക്കളിൽ കേതുഭ്യ എന്ന് വെച്ചാൽ ധൂമകേതുക്കളിൽ നിന്നും നൃഭ്യ മനുഷ്യരിൽ നിന്നും സരീസൃപങ്ങൾ സർപ്പാദികളിൽ നിന്നും ദംഷ്ട്രയുള്ളത് ഇതാ സിംഹം, പുലി, വ്യാഘ്രം അതൊക്കെ മുതലായ കടുവ മുതലായ അതുപോലെയുള്ളതിൽ നിന്നും ഭൂതങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഒരു ഭയവും അഭൂത് ഞങ്ങൾക്കുണ്ടാകുന്നുവോ ഏതാനി സർവാണി ഇവ സർവങ്ങളും ഭഗവാന്റെ നാമരൂപാസ്ത്ര കീർത്തനം കൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ, രൂപങ്ങൾ, അസ്ത്രങ്ങൾ ഇവയുടെ കീർത്തനം കൊണ്ട്, ഭഗവാന്റെ ആയുധങ്ങളെ കീർത്തിക്കുന്നത് കൊണ്ട്, ഭഗവാന്റെ രൂപത്തിനെ കീർത്തിക്കുന്നത് കൊണ്ട്, ഭഗവാന്റെ നാമത്തെ കീർത്തിക്കുന്നത് കൊണ്ട് സദ്യ സംക്ഷയം പ്രയാന്തോഷം. സദ്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നശിക്കട്ടെ യാതൊരുത്തര് ഞങ്ങളുടെ ശ്രേയസ് പ്രദീപക ശ്രേയസ്സിന് വിരോധികളാണോ. അതായത് സൂര്യാദി നവഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ദുർജനങ്ങൾ, നൃഭ്യ എന്ന് പറഞ്ഞിരിക്കുന്നില്ല, അത് മനുഷ്യരിൽ നിന്നും, അതായത് ദുഷ്ടരായ മനുഷ്യരിൽ നിന്നും, പിന്നെ സർപ്പാദികളായ ഇഴജന്തുക്കൾ, ദംഷ്ട്രങ്ങളുള്ള വ്യാഘ്രസിംഹാദികൾ, പിന്നെ ഭൂതപ്രേതാദികൾ, അതിൽ നിന്നൊക്കെ ഒരു ഭയവും ഞങ്ങൾക്കുണ്ടാകുന്നു. അവയൊക്കെയും ഞങ്ങളുടെ ശ്രേയസ്സിനെ തടസ്സപ്പെടുത്തുന്നവരായിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരെല്ലാം ഭഗവാന്റെ നാമരൂപങ്ങളെയും അസ്ത്രങ്ങളെയും കീർത്തിക്കുന്നത് കൊണ്ട്. ഇതൊക്കെ ഇതിനെക്കുറിച്ചാണല്ലോ നമ്മൾ കീർത്തിക്കുന്നത്. ഭഗവാന്റെ ചക്രായുധത്തിനെ കീർത്തിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇല്ലാതാവട്ടെ. അതാണ് എന്നോ ഭയം ഗ്രഹേഭ്യോ ബോധ കേതുഭ്യോ നൃഭ്യ ഏവ വ സരീസൃപേഭ്യോ ദംഷ്ടൃഭ്യോ ഭൂതേഭ്യോ മഹോഭ്യ ഏവ വ സർവാണ്യേതാനി ഭഗവൻ അതായത് നാമരൂപാസ്ത്ര കീർത്തനാത് പ്രയാന്തോ സംശയം സദ്യോ പെട്ടെന്ന് എന്ന ശ്രേയ പ്രദീപക. രണ്ടും കൂടി ഒന്നിച്ചാൽ നമ്മളിപ്പോൾ അർത്ഥം പറഞ്ഞത്. ഗരുഡോ ഭഗവാൻ സ്തോത്രസ്തോഭച്ഛന്തോമയ പ്രഭോ രക്ഷത്വശേഷകൃശ്രേഭ്യോ വിശ്വക്സേന സ്വനാമഭി. ഗരുഡോ ഭഗവാൻ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നവനും സ്തോത്രസ്തോഭച്ഛന്തോമയ വേദമൂർത്തിയും ഛന്ദസ്സുകളുടെയൊക്കെ മൂർത്തിയും പ്രഭു സമർത്ഥനും എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയവനുമായ ഗരുഡൻ അശേഷകൃശ്രേഭ്യ എല്ലാ സങ്കടങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. വിശ്വക്സേന 4 ഭാഗത്തും സേനയോട് കൂടിയവൻ വിശ്വക്സേനൻ എന്ന് പറഞ്ഞാൽ 4 വശത്തും സേനയുള്ളവൻ. സ്വനാമഭി തൻ്റെ നാമങ്ങൾ കൊണ്ട്, അതായത് ബൃഹത് രഥൻ അന്തരങ്ങളൊരു പേരുള്ള സാമവേദമുണ്ട്. അതിനെ ഭഗവാനെ സ്തോത്രം ചെയ്യുന്നവനും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ഐശ്വര്യങ്ങൾ ഐശ്വര്യങ്ങളും ഉണ്ടായവനും തികഞ്ഞവനും പിന്നെ രക്ഷിക്കാൻ സമർത്ഥനുമായ ഗരുഡൻ. ആ ഗരുഡൻ ഞങ്ങളെ സങ്കടത്തിൽ നിന്ന് ഭഗവാന്റെ ആ വാഹനത്തെ കൂടി നമ്മൾ സ്മരിക്കുകയാണ്. ആ ഭഗവാന്റെ വാഹനം നമ്മളെ എങ്ങനെ രക്ഷിക്കും? അങ്ങനെ അതും രക്ഷിക്കട്ടെ. ഭഗവാന്റെ സർവ്വവും അതാണ് എല്ലാം. ഭഗവാന്റെ ശ്രീവത്സം തൊട്ട് ഭഗവാന്റെ വാള്, ഭഗവാന്റെ നാമം, രൂപം, ആസ്ത്രം, കീർത്തനങ്ങൾ അതെല്ലാം ഇതിനകത്ത് പെടുന്നുണ്ട്. അതെല്ലാം ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഗരുഡോ ഭഗവാൻ, ഗരുഡനെ സ്തുതിക്കുന്നു ഇവിടെ. ഗരുഡോ ഭഗവാന്റെ ഗരുഡനായതുകൊണ്ട് കേട്ടോ. ഗരുഡോ ഭഗവാൻ സ്തോഭച്ഛന്തോമയ പ്രഭോ രക്ഷത്വശേഷകൃശ്രേഭ്യോ മുഴുവൻ പാവങ്ങളിൽ നിന്നും വിശ്വക്സേന സ്വനാമഭിഹി സർവാപദ്ഭ്യോ ഹരേർനാമ രൂപയാനായുധാനി നഖ ബുദ്ധീന്ദ്രിയ മനപ്രാണാൻ പാന്തോ പാർഷദഭൂഷണാഹ. സർവ ആപദ്ഭ്യോ ഹരേർ നാമ രൂപയാൻ ആയുധാനി. ഹരിയുടെ രൂപയായി ആയുധാനി, നാമങ്ങൾ, രൂപങ്ങൾ, വാഹനങ്ങൾ, വാഹനങ്ങളും ഉണ്ട് അതിനകത്ത് കേട്ടോ. ഹരേർ നാമ രൂപയാനങ്ങൾ, യാനം എന്ന് പറഞ്ഞ വാഹനം. നാമരൂപായന ആയുധാനി, ആയുധങ്ങൾ. അതുകൊണ്ട്
പാർഷദഭൂഷണ, പാർഷദമുഖന്മാർ, രാജാമളിൻ്റെ അടുത്ത് ചെയ്യുന്നതൊക്കെ ഭഗവാന്റെ പാർഷദന്മാരാണ്. ബുദ്ധീന്ദ്രിയ മനഃപ്രാണൻ, ഞങ്ങളുടെ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും മനസ്സും പ്രാണവും ഇതെല്ലാം എല്ലാവിധമായ ആപത്തുകളിൽ നിന്നും പാലിക്കട്ടെ. പാന്തു സർവ ആപദ്ഭ്യോ ഹരേർനാമ രൂപയാന ആയുധാനി, യാനം വാഹനം, രൂപയാന ആയുധാനി ഉണ്ടോ? അതാ ഹരേർനാമം, നാമമുണ്ട്. ഹരേർനാമ യാനം തന്നെയാണ് അത് കേട്ടോ, യാ തന്നെയാണ്. രൂപയാനായുധാനി നഹ ബുദ്ധീന്ദ്രിയ മനഃപ്രാണാൻ പാന്തു പാർഷദഭൂഷണ. യഥാഹി ഭഗവാനേവ വസ്തുത സദസച്ചയത് സത്യേനാനേന ന സർവേ യാന്തു നാശമുപദ്രവ. വസ്തുത സത്യത്തിൽ സത്ത് അസത്ത് യത്, സത്ത് ആയതും അസത്തായതും യാതൊന്നാണോ? സദസത്ത് ഉണ്ട്, സദസച്ച യത്, സത് അസത്ത് യത്, അതങ്ങനെയാണ്. സദസത്ത് സച്ച എന്ന് പറഞ്ഞത്, സദസച്ച എന്ന് പറഞ്ഞാൽ സത് അസത്ത്. യഥാഹി ഭഗവാനേവ വസ്തുത സത് അസത് യത്, സത് അസച്ച യത്, സത് അസത്ത് യത്, സത് അസത്ത് യതാണ്. യഥാഹി ഭഗവാനേവ സദാ അസച്ച യത് സത്യേനാനേന ന സർവേ യാന്തു നാശമുപദ്രവ. സത്തായതും അസത്തായതും ഏതെന്നാണോ ആ ഭഗവാൻ തന്നെ എന്നത് സത്യമായതിനാൽ, യഥാർത്ഥ ആയതിനാൽ, അനേന സത്യേന ഈ സത്യത്താൽ ന സർവേ ഉപദ്രവ ഞങ്ങളുടെ സർവ്വ ഉപദ്രവങ്ങളും നശിക്കട്ടെ. യഥൈകാത്മ്യാനുഭാവാനാം വികൽപ്പരഹിത സ്വയംഭൂഷണായുധലിംഗാഖ്യ ദത്തേ ശക്തി സ്വമായയ. യഥ ഐകാത്മ്യാനുഭാവാനാം ഐകാത്മ്യത്തിൻ്റെ ഭാവനയോടുകൂടിയവർക്ക് എല്ലാം, അതായത് കാണുന്ന സകലതും, ലോകത്തിൽ കാണുന്ന എന്തും സർവ്വസാധനങ്ങളും ഭഗവത് രൂപം തന്നെ എന്ന് മനസ്സിൽ വിചാരിച്ച് ധ്യാനിക്കുന്നവർക്ക് ഭേദരഹിതനായിട്ടും വികല്പമില്ലാത്തവനും ഭൂഷണായുധ ലിംഗാഖ്യ ആയുധങ്ങൾ, അതുപോലെ തന്നെ ലിംഗാഖ്യ അടയാളങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നാമധേയങ്ങൾ, ഇവയെയും ശക്തിയെയും സ്വമായ തൻ്റെ മായ കൊണ്ട് ധരിക്കുന്നുവെന്നത് യഥാർത്ഥമാണെങ്കിൽ ഞങ്ങളുടെ സർവ്വോപദ്രവങ്ങളും നശിക്കട്ടെ. ഈ നമ്മൾ കാണുന്ന ഈ ലോകത്തിൽ കാണുന്ന ഭഗവത് രൂപം തന്നെ എന്ന് ധ്യാനിക്കുന്ന, എന്ത് കണ്ടാലും അത് ഭഗവത് രൂപം ആണെന്ന് മനസ്സിലാക്കി അതിനെ ധ്യാനിക്കുന്നവർക്ക്, അത് ഭേദരഹിതനായിട്ടും ആ വിധം ഭാവിക്കാത്തവർക്ക് കൗസ്തുഭാദി ഭൂഷണങ്ങൾ, നമുക്ക് എല്ലാം ഭഗവാനായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഭഗവാന്റേതായിട്ടുള്ള ചില അടയാളങ്ങൾ, അതായത് കൗസ്തുഭം മുതലായ ഭൂഷണങ്ങൾ, പിന്നെ സുദർശനാദി ആയുധങ്ങൾ, ചതുർഭുജ മുതലായ ചിഹ്നങ്ങൾ, പിന്നെ നാമങ്ങൾ, രാമൻ, കൃഷ്ണൻ, മാധവൻ, കേശവൻ എന്നുള്ള നാമങ്ങൾ, ജ്ഞാനവൈരാഗ്യ മുതലായ ശക്തികൾ എന്നിവയെ തൻ്റെ മായ കൊണ്ട് മായ മനസ്സിലാക്കിയിരിക്കുന്ന എന്ന് ശാസ്ത്രത്തെ പറയുന്നതുമായ ആ സത്യത്തിനാൽ ഞങ്ങളുടെ സർവ്വ ഉപദ്രവങ്ങളും നശിക്കട്ടെ. ഭഗവാന്റെ മായയെ കൂടി ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തി. ഭഗവാന്റെ ആയുധങ്ങളുടെ കൂടെയും ഭഗവാന്റെ വാഹനത്തിൻ്റെ കൂടെയും ഭഗവാന്റെ മായയാണ് നമ്മളെക്കൊണ്ട് ഇതൊക്കെ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് നമ്മൾ കരുതി നമ്മൾ വിചാരിക്കുന്നത്. ആ മായയെ കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി, അത് ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന്. അതുകൊണ്ട് ഇതിൻ്റെ മാഹാത്മ്യം ഒത്തിരി ഉണ്ടെന്ന് പറയുന്നത് ഈ നാരായണ കവചത്തിന്. ഏതായാലും നാരായണ കവചം എന്നുള്ള മന്ത്രം നമ്മളുടെ ഗ്രൂപ്പിലുള്ള, ഇത് ഭാഗവതം പഠിക്കുന്ന ഈ ഗ്രൂപ്പിലുള്ളതെന്ന് പറയുന്നത് ശരിയല്ലല്ലേ. നമ്മൾ ഭാഗവതം പഠിക്കുന്നവർ മിക്കവാറും എല്ലാവർക്കും തന്നെ കാണാപ്പാഠമാണ്. അതുകൊണ്ട് അതൊരു വലിയ കാര്യമായിട്ട് കരുതുക കേട്ടോ. നമ്മൾ ഈ ആധ്യാത്മിക പ്രഭാഷണ പരമ്പരകൾ പലതും ഈ യൂട്യൂബിൽ മുതലായി വരുന്നതിലൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്ന നമ്മൾ യാദൃച്ഛികമായിട്ട് വായിക്കാൻ ഇടവരും. ഒന്ന് വായിച്ച് നമ്മൾ 1-2 എണ്ണം വായിക്കാൻ അത് തന്നെ നമുക്ക് പിന്നെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്.
എനിക്ക് എപ്പോഴൊന്നും കിട്ടാറില്ല, പറ്റാറില്ല, പലതായിരിക്കും ഞാൻ നോക്കുന്നത് കൊണ്ട്. പക്ഷേ എന്നാലും ചിലപ്പോഴൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഓർക്കും ഇതൊക്കെ നമ്മളിത് ഭാഗവതത്തിൽ സ്പർശിച്ച് പോയ വിഷയങ്ങളാണല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അത് ഒന്നും ചെയ്യാത്തവർക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് കൂടി തന്നെ പല കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, നിങ്ങളറിയാതെ നിങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നാരായണ കവചം എന്ന് പറഞ്ഞ മന്ത്രം നിങ്ങളിൽ അങ്ങനെ എത്തിച്ചേർന്നതല്ലേ. ഇതിനു മുമ്പ് നമ്മൾ ഈ നാരായണ കവചം എന്നുള്ളത് ഭാഗത്തു നിന്ന് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അത് ഇത്രയും അതിൻ്റെ അർത്ഥം കൂടെ പറഞ്ഞ് പഠിക്കുമ്പോൾ നമുക്കത് ഇത്രയും മഹാത്മ്യമുള്ളതായിരുന്നോ എന്ന് തോന്നും. ഇത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് നാരായണ കവചത്തിന്. തേനൈവ സത്യമാനേന സർവജ്ഞോ ഭഗവാൻ ഹരിഹി പാതു, ഞങ്ങളെ രക്ഷിക്കട്ടെ, പാലിക്കട്ടെ. സർവൈ സ്വരൂപൈർന്ന സദാ സർവത്ര സർവക. ആ പ്രമാണം അനുസരിച്ച് സത്യപ്രമാണം അനുസരിച്ച് എല്ലാത്തിനും കുറിച്ചുള്ള അറിവുള്ളവനും ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാത്തവനും എല്ലാ ഐശ്വര്യം കൊണ്ടും പൂർണ്ണനുമായിരിക്കുന്ന എല്ലായിടത്തും വിളങ്ങി നിൽക്കുന്നതായ ആ ശ്രീഹരി മഹാവിഷ്ണു എല്ലാ രൂപങ്ങളെ കൊണ്ടും സകല സമയത്തും എല്ലാ ദിക്കിലും ഞങ്ങളെ പാലിക്കട്ടെ. ദീക്ഷൂർധ്വമത സമന്താത്, പിന്നെ വെട്ടിയിട്ട് അന്തർബഹിർ ഭഗവാൻ നാരസിംഹ പ്രഹാപയൻ ലോകഭയം സ്വനേന. എന്നുള്ളതങ്ങ് വെട്ടിയിട്ട് ഇല്ലായും വേണ്ട. പ്രഹാപയൻ ലോകഭയം സ്വനേന സ്വതേജസ ഗ്രസ്ത സമസ്തതജ. ഈ പ്രഹാപയം ലോക എന്നുള്ളത് തെറ്റല്ല, അത് നമ്മളൊന്ന് പിരിച്ചു പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് വായിക്കാൻ എളുപ്പത്തിന്. പ്രഹാപയൻ ലോകഭയം സ്വനേന സ്വതേജസ ഗ്രസ്ത കഴിഞ്ഞൊരു ചെറിയ കോമായിട്ടു സമസ്ത തേജാഹ, എല്ലാ കോണുകളിലും, ദിക്ഷു എല്ലാ ദിക്കുകളിലും, ഊർധ്വം അധ സമന്താത് മുകളിലും താഴത്തും, ഊർധ്വം മുകളിൽ അധ താഴെ, താഴത്തും മുകളിലും താഴെയും എല്ലാ ഭാഗത്തും, അന്തബഹി ഉള്ളിലും പുറത്തും, ഭഗവാൻ നരസിംഹരൂപം ധരിച്ച ഭഗവാൻ സ്വനേന അട്ടഹാസ സ്വനം കൊണ്ട്, അതായത് അട്ടഹാസം കൊണ്ട് ലോകഭയത്തെ പ്രകർഷേണ നശിപ്പിക്കുന്ന പ്രകർഷേണ നശിപ്പിക്കുന്നവനും സ്വതേജസ തൻ്റെ തേജസ് കൊണ്ട് ഗ്രസ്ത സമസ്ത തേജ മറ്റുള്ള തേജസ്സുകളെയെല്ലാം ഗ്രസിക്കപ്പെട്ടവ ആയിട്ട് ഇരിക്കുന്നതായ ആ ഭഗവാൻ പാതു ഞങ്ങളെ രക്ഷിക്കട്ടെ. മഘവന്നിതമാഖ്യാതം വർമ്മ നാരായണാത്മകം വിജേഷ്യസി അഞ്ജസായേന ദംശിതോ സുരയൂഥവാൻ. ഈ ദിക്ഷൂർധ മത സമന്താത് കൊണ്ട് നാരായണ കവചം തീർന്നു. മഘവൻ മഘവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ സംബോധന ചെയ്യുന്ന. മഘവൻ ഇതമാഖ്യാതം വർമ്മ നാരായണാത്മകം വിജേഷ്യസി അഞ്ജസ യേന ദംശിതോ സുരയൂഥവാൻ. മഘവൻ, അല്ലയോ ഇന്ദ്ര, നാരായണാത്മകമായ വർമ്മ, നാരായണ സ്വരൂപമായ ഈ കവചം. വർമ്മ എന്ന് പറഞ്ഞാൽ കവചം എന്നർത്ഥമുണ്ട്, അത് ഓർത്തോണം കേട്ടോ. വർമ്മ കവചം മുകളിൽ എഴുതിയിട്ടാലും അർത്ഥം വേണം, എഴുതിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. ആഖ്യാതം പറയപ്പെട്ടു. ഏന ദംശിത യാതൊന്നാൽ ബദ്ധനായിട്ട് ദംശിക്കപ്പെട്ടവനായിട്ട് അസുരശ്രേഷ്ഠന്മാരെ അഞ്ജസ ഒരു ബുദ്ധിമുട്ടും കൂടാതെ വിജേഷ്യസി വിശേഷേണ ജയിക്കും. വിശേഷ്യസി എന്ന് പറഞ്ഞാൽ വിശേഷേണ ജയിക്കും. ആ നാരായണ കവചം ഉപദേശിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലത്തെ കൂടെ പറയുകയാണ്. അല്ലയോ ഇന്ദ്ര, നാരായണ സ്വരൂപമായി ഈ കവചത്തെ അങ്ങയ്ക്ക് ഞാൻ ഉപദേശിച്ച് തന്നിട്ടുണ്ട്. ഇതിനെക്കൊണ്ട് സർവ്വ അംഗങ്ങളെയും രക്ഷ ചെയ്തു കൊള്ളുക. അതുകൊണ്ടാണ് ഈ കരാന്യാസം എന്നൊക്കെ പറയുന്നത്. നമ്മളെല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഒന്ന് സ്മരിച്ചതിന് ശേഷം അങ്ങ് തുടങ്ങിയാൽ മതി. അല്ലാതെ നിങ്ങൾ ഈ കൈ കൊണ്ട് കാലുകൊണ്ട് നോക്കൊന്നും വേണ്ട. നിങ്ങൾ മനസ്സുകൊണ്ട് നമ്മുടെ ശരീരഭാഗങ്ങളിലെ മുഴുവൻ ഒന്ന് ആപാത ചൂടം ഒന്ന് നമ്മൾ മനസ്സിലോർക്കാം എന്നിട്ട് കവചം ചെല്ലുക. അപ്പം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ആ കവചം എത്തിക്കൊള്ളും. അത് തന്നെ അങ്ങനെ ഉപദേശിച്ചു. ഇതിനെക്കൊണ്ട് എല്ലാ അംഗങ്ങൾക്കും രക്ഷ ചെയ്തു കൊള്ളുക. ഒരു പ്രയാസവും കൂടാതെ അസുരന്മാരുടെ എല്ലാം മുകളിലെത്താൻ നിങ്ങൾക്ക്, അസുരന്മാരെ എല്ലാം നിഗ്രഹിച്ച് അവരുടെ മുകളിലെത്താൻ നിങ്ങളെ സഹായിക്കും. ഏതദ്ധാരയമാണസ്തു യം പശ്യതി ചക്ഷുഷ പദാവാ സംസ്മൃതേ സദ്യ സാധ്വസാ സവിമുച്യതേ പദാവാ സംസ്പൃശേത് സദ്യ സാധ്വസാദ സ വിമുച്യതേ. ഏതദ്ധാരയമാണ തോ
ധാരയമാണഹ തു. ഇതിനെ മനസ്സിലാക്കുന്നവൻ, ഈ കവചം ധരിക്കുന്നവൻ, അതായത് ഈ കവചം നിത്യേന ചൊല്ലുന്നവൻ, ചക്ഷുഷ കണ്ണുകൊണ്ട് യം പശ്യതി, യാതൊരുവനെ നോക്കുന്നുവോ, കാലുകൊണ്ട് എവിടെയൊക്കെ സ്പർശിക്കുന്നുവോ, അവൻ അവൻ, എന്ന് പറഞ്ഞാൽ അവൾ, അവൻ, സദ്യ എന്ന് പറഞ്ഞാൽ സദ്യ, നമ്മൾ ഉണ്ണുന്ന സദ്യയല്ല, സദ്യഹ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ, പെട്ടെന്ന്, സാധ്വസാദ്, ഭയത്തിൽ നിന്ന് വിമുച്ചതി, മോചിക്കപ്പെടുന്നു. ഒത്തിരി താമസമൊന്നുമില്ല, അപ്പം തന്നെ മോചിക്കപ്പെടുന്നു. ഈ കവചത്തെ മനസ്സിലാക്കുന്ന പുരുഷൻ തൻ്റെ ദൃഷ്ടി കൊണ്ട് യാതൊരുവരെയും ആരെ നോക്കുന്നുവോ, കാലുകൊണ്ട് എവിടെയൊക്കെ സ്പർശിക്കുന്നു, ആ പുരുഷൻ്റെ സകല ഭയവും അപ്പോൾ പോകും. ഇപ്പം നമ്മളൊക്കെ വിശേഷപ്പെട്ട ആൾക്കാരായിട്ട് വന്നിരിക്കുന്നു. കാരണം കൃത്യമായിട്ട് നാരായണ കവചം ചൊല്ലുന്നവർക്ക് ഈ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഭഗവാനെ ധ്യാനിക്കുന്നവരെ കണ്ടാലറിയാം, ഭഗവാനെ പൂർണ്ണമായി വിശ്വസിച്ച് ഭഗവാനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ വിശേഷണങ്ങളൊക്കെ സ്വയമേവ ഉണ്ടാകുന്നതാണ്. ഇനി അഥവാ നമുക്കതുണ്ടായെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കട്ടെ. നമ്മൾ ചിലപ്പോൾ പല പ്രവചനങ്ങളും കാര്യങ്ങൾ പറയുമ്പോൾ അതുപോലെ സംഭവിക്കാറുണ്ട്. പലപ്പം നമ്മൾ പറയുമ്പോൾ ഇപ്പം നമ്മൾ ഓർക്കുക, ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്, നമ്മളത് പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. അത് നമ്മൾ കാര്യകാരണം മനസ്സിലാക്കിയായിരിക്കാം പറയുന്നത്, പക്ഷേ അത് അങ്ങനെ തന്നെ സംഭവിക്കുമ്പോൾ എന്തോ ഒരു ദൈവിക ശക്തി നമ്മളിൽ കൂടി പൊയ്ക്കൊണ്ടിരിപ്പുണ്ട്. അതെല്ലാ മനുഷ്യരിലും ഉണ്ട് കേട്ടോ. അതിനെ ഇല്ലാതാക്കുന്നത് നമ്മൾ തന്നെയാണ്, അത് അഴുക്കാക്കി കളയുന്നത്. ആ ദൈവിക ശക്തിയോട് കൂടിയ ഒരു കുഞ്ഞ് പിറക്കുന്നത് ലോകത്തിലേക്ക്, ആ മായ നമ്മളെ ഒരുപാട് വലിച്ച് വേറെ വിധത്തിലോട്ടാക്കും. ഈശ്വര ചിന്തയിൽ നിന്ന് വ്യതിചലിച്ച് പോകും. ഈ ഭോഗവസ്തുക്കളുടെ ജീവിതത്തിലോട്ട്, നമ്മളെ ലൗകിക ജീവിതത്തിലോട്ട് ഒരുപാട് അങ്ങ് ഇഴുകിച്ചേരുമ്പോൾ നമുക്ക് നമ്മുടെ സ്വധർമ്മം നമ്മൾ ചെയ്യണം. ഭാര്യമാരായിരിക്കുന്നവർ, അമ്മമാരായിരിക്കുന്നവർക്കൊക്കെ ചെയ്യേണ്ടതായ സ്വധർമ്മമുണ്ട്. ആ സ്വധർമ്മം നമ്മളെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, അങ്ങനെ ഭഗവാനെ ചിന്തിച്ച് ജീവിക്കുന്നവർ ചിലപ്പോൾ പറയുന്നതൊക്കെ അതുപോലെ സംഭവിക്കും. അപ്പം നമ്മൾ പറഞ്ഞത് അതുപോലെ പറ്റി എന്ന് പറയുമ്പോൾ അതൊരു ഭഗവൻ അനുഗ്രഹമായിട്ട് മാത്രം കരുതുക. അതിനകത്ത് വേറെ വിശേഷണങ്ങളൊന്നും നമ്മൾ ഉൾപ്പെടുത്താതിരിക്കുക. അപ്പോൾ നമുക്കൊരു സിദ്ധി എന്ന് പറയുന്നത് ഒരു കാര്യമുണ്ട്, സിദ്ധി കൈവരിക. അതും ഇതിനകത്തുള്ളതാണ് കേട്ടോ, സത്യമാണത്. സിദ്ധി എന്ന് വെച്ചാൽ ഭഗവത് സാന്നിധ്യം നമ്മളിൽ സിദ്ധി ഉണ്ടാക്കും. നമുക്ക് പലതും മറ്റൊരാൾക്ക് കാണാൻ പറ്റാത്തത്, മറ്റൊരാൾക്ക് അറിയാൻ പറ്റാത്തതുമായ, മറ്റൊരാളിൻ്റെ മനസ്സ് റീഡ് ചെയ്യുന്ന, വേറൊരാളിൻ്റെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തലത്തിൽ നമുക്ക് പലപ്പോഴും എത്താൻ കഴിയും. അങ്ങനെ എത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം, ചിലപ്പോൾ ഭഗവാനെ നിത്യസ്വപ്നം കാണുന്നത്, ഭഗവാന്റെ അടയാളങ്ങൾ നമ്മൾ കാണുന്നതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഭഗവാനോട് അടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകും. കാരണം വേറൊരു ചിന്തയും മനസ്സിലില്ലാത്തപ്പോൾ സ്വപ്നത്തിൽ കൂടിയൊക്കെ ഭഗവാന്റെ ദർശനം കിട്ടുകയൊക്കെ ചെയ്യുന്നവർ ഒരിക്കലും ആ സിദ്ധികൾ ദുരുപയോഗപ്പെടുത്തരുത്. അതും കൂടി ഇതിൻ്റെ കൂടെ പറയുക. കാരണം അങ്ങനെ ഉണ്ടാകാറുണ്ട്, ഒരുപാട് പേർക്ക് ഉണ്ടാകാറുണ്ട്. സാക്ഷ്യം പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അപ്പം ഓരോരുത്തർക്കും കാണും അതുപോലെ തന്നെ അല്ലേ. നമ്മൾ ഈയിടെ ഗുരുവായൂർ പോയിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ആ കാര്യം വേറെ ദുരുപയോഗം പെടുത്തരുത് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. കാരണം അതൊക്കെയാണ് ഈ സിദ്ധന്മാരായിട്ട് വരുന്നതൊക്കെ. അതൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് കിട്ടിയത്, പക്ഷേ അത് അധപ്പതിച്ച് പോകും. കാരണം കിട്ടിയപ്പോൾ തൊട്ട് അത് പ്രയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ അതിനെ തേടി ആളുകൾ വരും, സിദ്ധന്മാരെ തേടി ആളുകൾ വരും, അവർക്ക് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അത് കുറേശ്ശെ അപ്പോൾ അവർക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ, വീതിച്ച് വെച്ച് കഴിയുമ്പോൾ സ്വയം ആ സിദ്ധനാണെന്ന് പറഞ്ഞ ആളിൻ്റെ സിദ്ധി നശിച്ചു പോകും. അപ്പോഴും അയാൾക്ക് നിലനിൽപ്പിന് വേണ്ടി കാട്ടിക്കൂട്ടേണ്ടി വരും. ആദ്യമൊക്കെ ശരിയായിരിക്കും, നല്ല ഇതായിട്ടായിരിക്കും, പക്ഷേ അത് നഷ്ടപ്പെട്ടു പോകുന്നത് പിന്നീട് പഴയതുപോലെ ആക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതുപോലത്തെ ആൾക്കാരുടെ സാമീപ്യം കൊണ്ട്. അവരെപ്പോഴും വന്ന് ഇങ്ങനെ നെഗറ്റീവുകളാണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ് അത് കേട്ട് അതിന് പരിഹാരം പറഞ്ഞൊക്കെ ഇരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് കേട്ടിട്ടില്ലേ, സിദ്ധന്മാരായിട്ടുള്ളവർ. അവർക്ക് ആ ദൈവികത്വം കുറേശ്ശെ ചോർന്നു പോകും. അത് പിന്നെ ഉണ്ടാക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. ഭഗവാനെ വിളിക്കാനോ, നിരന്തരം ഭഗവാനോട് സംവദിക്കാനോ, ഭഗവാനെ അവരുടെ ഉള്ളിൻ്റെ അകത്ത് കൊടിയിരുത്താനോ അവർക്ക് സാധിക്കാതെ വരുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് സിദ്ധികൾ കിട്ടിയാൽ, ഉണ്ടെന്നറിഞ്ഞാൽ മിണ്ടാതിരിക്കുക, അതിനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. ന കുതശ്ചിത് ഭയം തസ്യ വിദ്യാം ധാരയതോ ഭവേത് രാജസ്യുഗ്രഹാദിഭ്യോ വ്യാഘ്രാദിഭ്യശ്ച കരിഹിചിത് രാജദസ്യുഗ്രഹാദിഭ്യ.
രാജാക്കന്മാർ, കള്ളന്മാർ, ഗ്രഹാദിഭ്യ ദസ്യു ഗ്രഹാദിഭ്യ ഗ്രഹങ്ങൾ മുതലായവരിൽ നിന്നും, ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നവഗ്രഹങ്ങളുടെ കാര്യമാണ്. വ്യാഘ്രാദിഭ്യ വ്യാഘ്രാദികളിൽ നിന്നും കുതസ്ഥിതി യാതൊരുവന് ഒരു കാലത്തും ഭയം നേരിടുകയില്ല. ഇതുപോലെ ഈ വിദ്യ മനസ്സിലാക്കുന്നവർക്ക് രാജാക്കന്മാരോ കള്ളന്മാരോ ഗ്രഹങ്ങളോ, നിങ്ങൾ ശനിദോഷം ഒന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. നാരായണ കവചം നിത്യം പാരായണം ചെയ്ത കവചം നമ്മുടെ ചുറ്റിനും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ശക്തിക്കും ഒരു ഗ്രഹങ്ങൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതാ കുതശ്ചിത് ഭയം തസ്യ, ഒരു ഭയവും വേണ്ട. വിദ്യാം ധാരയതോ ഭവേത് രാജദസ്യു ഗ്രഹാദിഭ്യോ, രാജാവ് നിന്ന് ദസ്യു കള്ളന്മാരിൽ നിന്ന്, ദസ്യു ഗ്രഹാദിഭ്യോ ഗ്രഹങ്ങളിൽ നിന്ന്, വ്യാഘ്രാദിഭ്യശ്ച കരിഹിജിത് ഇമാം വിദ്യാം പുരാ കശ്ചിത് കൗശികാ ധാരയൻ ദ്വിജഃ യോഗധാരണയാ സ്വാംഗം ജഹൗസ മരുധന്വനി. പുരാ കൗശിക കശ്ചിത് ദ്വിജ, പണ്ട് കുശിക കുലജാതനായ ഒരു ബ്രാഹ്മണൻ, ഒരു കഥ പോലെ പറയുക, കൗശിക കുലത്തിൽ ജനിച്ച ഒരു ബ്രാഹ്മണൻ ഈ വിദ്യയെ അഭ്യസിച്ചു. ഇത് സിദ്ധി പോലത്തെ കിട്ടി. ഈ വിദ്യാം പുരാ കശ്ചിത് കൗശിക ധാരയൻ ദ്വിജ, ഇത് കിട്ടിയ ആൾ ഒരു ദ്വിജൻ ബ്രാഹ്മണനാണ്. ഓരോ അംഗത്തെയും ഈ കവചമന്ത്രങ്ങളാൽ ബന്ധിച്ചു. എല്ലാം ഈ കവചം കൊണ്ട് ബന്ധിച്ചു. വെള്ളമില്ലാത്ത ദേശത്തിൽ ശരീരത്തെ ഇല്ലാതാക്കി. യോഗധാരണ കൊണ്ട് സ്വാംഗം ജഹൗ മരുധന്വനി, മരുഭൂമി എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്ത ദേശത്ത്, മരുധന്വനി വെള്ളമില്ലാത്ത ദേശത്ത്, മരുധന്വനി എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലാത്ത ദേശത്താണ് മരുഭൂമി എന്ന് പറയുന്നത്. ധന്വി ഭൂമി, മരുധന്വനി ഭൂമിയിൽ, മരു എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളോ മരങ്ങളോ ഒന്നും ഇല്ലാത്തതായ മരുഭൂമിയിൽ ജഹൗ ദേഹം ഉപേക്ഷിച്ചു. തസ്യോപരി വിമാനേന ഗന്ധർവ പതിരേകത യയൗ ചിത്രരഥ സ്ത്രീഭിർ, അവിടെ നിർത്തണം. സ്ത്രീഭിർ വൃതോ യത്ര ദ്വിജക്ഷയ, യാതൊരു ദിക്കിൽ ബ്രാഹ്മണ ശരീരം ത്യാഗം ചെയ്യപ്പെട്ടുവോ അവിടെ അതിൻ്റെ മുകളിൽ ദേശത്തിൽ ഒരിക്കൽ സ്ത്രീഭിവൃത, സ്ത്രീകളാൽ ചുറ്റപ്പെട്ട ഒരു ഗന്ധർവപതിയായ ചിത്രരഥൻ വിമാനത്തിൽ കൂടി യാത്ര ചെയ്തു. ബ്രാഹ്മണൻ ദേഹത്തെ ഉപേക്ഷിച്ച ആ സ്ഥലത്തിൻ്റെ മുകളിൽ കൂടി ഒരു നാൾ വിമാനത്തിലിരുന്നു കൊണ്ട് സ്ത്രീകളോട് കൂടി ചേർന്ന് ഗന്ധർവപതിയായ ചിത്രരഥൻ എന്നു പേരായ ഗന്ധർവ രാജാവ് സഞ്ചരിച്ചു. ഗഗനാത് ന്യപതത് സദ്യ, ഗഗനാത് ന്യപതത് സസ്യ, ന്യപതത് നിപതിച്ചു, സദ്യ പെട്ടെന്ന്. സ വിമാനോ ഹ്യവാക്ശിര, അവാക്ക്, അവാക്കാണ്, അവാക്കായത് കേട്ടോ. താഴത്തേക്ക് ശിരസോട് കൂടിയവനായിട്ട് ആകാശത്തിൽ നിന്ന് വിമാനത്തോടു കൂടി സദ്യ പെട്ടെന്ന് താഴോട്ട് വീണു. സ വാലഖില്യവചനാത് അസ്തീന്യാദായ വിസ്മിത, വചനാത് എന്നെഴുതുക, പിന്നെ ദാ വെട്ടിയിട്ട് എഴുതുക. അസ്തീന്യാദായ വിസ്മിത, വാലഖില്യവചനാത്, വാലഖില്യന്മാരുടെ വാക്കിനാൽ, ബാലഖില്യന്മാരെന്ന മുനിമാർ, അതാണ് ബാലഖില്യന്മാരെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം മുനിമാർ ബാലഖില്യന്മാരെന്ന് പേരുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മുനിമാർ ഗന്ധർവാധിപനോട് പറഞ്ഞു. അതിൻ്റെ കാരണം പറഞ്ഞു. എന്താ? ഈ ആളവിടെ ബ്രാഹ്മണൻ ദേഹം ഉപേക്ഷിച്ച സ്ഥലമായിരുന്നു ആ മരുഭൂമിയിൽ. അതുകൊണ്ടാണ് അവിടെയോട്ട് ഇത് പെട്ടെന്ന് ആകർഷിക്കപ്പെട്ട് പതിച്ചതെന്ന്. പിന്നെ നിയപദ്ധത ബാലഖില്യഭജന, അത് വാക്കിനാൽ വിസ്മയ, ആശ്ചര്യയുക്തനായിട്ട് ആ എല്ലുകളെ ആദായം എടുത്തിട്ട്, അസ്ഥീനി എല്ലുകളെ എടുത്തിട്ട് പ്രാചീ സരസ്വത്യാം, കിഴക്കോട്ടൊഴുകുന്ന പ്രാചീന ദിക്കിലോട്ട് ഒഴുകുന്നതായ കിഴക്കോട്ടൊഴുകുന്ന സരസ്വതി നദിയിൽ എറിഞ്ഞു. അതിൽ സ്നാനം ചെയ്ത ശേഷം സ്വസ്ഥാനത്തെ പ്രാപിച്ചു. ശ്രീ ശുക ഉവാച യ ഇദം ശൃണിയാത് കാലേ
യോ ധാരയതി ചാദൃതഃ തം നമസ്യന്തി ഭൂതാനി മുച്യത്തെ സർവതോ ഭയാത്. അതിൻ്റെ ഒരു സുഖബ്രഹ്മർഷി ബലശ്രുതി പറയുക. ഇതം ശൃണിയാത്, ഈ കാര്യത്തെ ആരെ കേൾക്കുന്നുവോ, യാതൊരുവൻ ഇതിനെ കാലേ, പ്രാതകാലത്ത്, കാലേ എന്ന് പറഞ്ഞാൽ കാലേ കൂട്ടി എന്ന് നമ്മൾ പറയില്ല, നേരത്തെ തന്നെ എന്ന് പറയുന്ന പോലെ പ്രാതസമയത്ത് വെളുപ്പാങ്കാലത്തെ ശൃണു കേൾക്കുന്നുവോ, ആദരിക്കുന്നുവോ, ധാരയതി അത് ധരിക്കുന്നുവോ, മന്ത്രം ഈ ഇതുപോലത്തെ നാരായണ കവചം എന്ന് പറഞ്ഞാൽ മന്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രം ഉരുവിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുക, പൂർണ്ണമായി മനസ്സിലാക്കുന്നുവോ, ഭൂതങ്ങൾ തം നമസ്യന്തി അവനെ നമസ്കരിക്കും, സർവ്വത എല്ലാ ഭയത്തിൽ നിന്നും മുക്തനുമാകും. അപ്പോൾ ഇതൊക്കെ സ്വയമായിട്ട് കുറച്ച് അനുഭവം ഉള്ളവരില്ലേ, അതോ അവരവർ തന്നെ ഓർക്കുക. ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ ഉപാസിച്ചാൽ അതിന് ഫലം തരും എന്ന് പറയുന്ന വളരെ ചുരുക്കം കാര്യങ്ങളിലൊന്നാണ് ഭാഗവതത്തിൽ നമ്മളോട് വാക്ക് തരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പ് തരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നാരായണ കവചം ചൊല്ലിയാൽ ഇങ്ങനെയൊക്കെ ഭവിക്കും എന്ന്. അതുപോലെ ധ്രുവൻ്റെ കഥയിലും പറയുന്നുണ്ട്, ധ്രുവൻ രാജ്യം കിട്ടുമെന്ന്. ധ്രുവൻ ഒരു പ്രത്യേക ഒരു രാജ്യം തന്നെ, ഒരു ഗ്രഹമാണ് ധ്രുവ നക്ഷത്രം എന്ന് പറയുന്നത്. ഇത്ര വലിയതായിരിക്കും അത്, ഒരു ലോകം തന്നെ കൊടുത്തു. അത് ധ്രുവൻ്റെ ഭക്തിയിൽ സംതൃപ്തനായ ഭഗവാൻ എന്ത് വേണമെന്ന് ചോദിച്ചു. എനിക്കായിട്ടൊരു ലോകം വേണമെന്ന്, അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ പറ്റാതെ എനിക്കായിട്ടൊരു ലോകം വേണമെന്ന് പറഞ്ഞത് ഭഗവാൻ കൊടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 5 വയസ്സുള്ള കുട്ടി ധ്രുവൻ ഓർക്ക്, അയ്യോ ഞാൻ എന്തൊരു മണ്ടനാണ്, എന്ത് വേണമെങ്കിലും ചോദിക്കാമായിരുന്നു, കിട്ടുമായിരുന്ന ഭഗവാന്റെ അടുത്ത് ഞാൻ മോക്ഷം ചോദിച്ചില്ലല്ലോ, പകരം ഒരു ലോകമല്ലേ ചോദിച്ചതെന്ന് നോക്കുക. ആ കുട്ടിയുടെ അറിവ് എത്രയുണ്ടായിരുന്നെന്നപ്പോൾ ആ കുട്ടിത്വത്തിൻ്റെ ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താണ് അർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഭഗവാൻ വരം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചത് എന്താ, ഒരു ലോകം. അതെന്ത് തുച്ഛമാണെന്ന് ഇച്ചിരിയോട് ബോധം വച്ചപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാകുക, ഞാൻ എന്താണ് ഭഗവാനോട് മോക്ഷം ആവശ്യപ്പെടാൻ, ഇനിയും ജന്മമരണങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നാൽ ധ്രുവചരിതത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കുറേ അധ്യായങ്ങൾ തന്നെ അതുകൊണ്ട് അത്രയും ദീർഘമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതും അതിനാലാണ് അത്രയും പ്രാധാന്യം. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നാരായണ കവചം. അതനുസരിക്കുന്നവർക്ക്, അത് പോയി പാലിക്കുന്നവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും, അത് കേൾക്കുന്നവർക്കും എന്നാണ് പറഞ്ഞു വന്നത്. ഇത് ശ്രദ്ധിക്കുക. ഇതം ശൃണിയാത് കാലേ യോ ധാരയതി ചാദൃത തം നമസ്യന്തി ഭൂതാനി മുച്യത്തെ സർവതോ ഭയ. അതെല്ലാവരും നമസ്കരിക്കും ആ ആളിനെ. എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഒന്ന് നമസ്കരിക്കും അല്ലേ, സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലേ, എവിടെയെങ്കിലുമൊക്കെ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. അയ്യോ നിങ്ങൾ കാരണമാകട്ടെ എനിക്ക് ഇത്രയും സാധിച്ചതെന്ന് ഒരു വാക്ക് പറയാത്തവരാരും എവിടെ നിന്നെങ്കിലും കേൾക്കാത്തവർ കാണുകയില്ല. നാരായണ കവചം പഠിച്ചവർ, വ്യക്തമായിട്ട് പഠിച്ചവർ എവിടെ നിന്നെങ്കിലും ഒരു പ്രശംസ എന്ന് വെച്ചാൽ പ്രശംസയെന്ന് പറയാൻ പറ്റില്ല, ഒരു ആശീർവാദം, നമ്മളോടൊരു ആദരവ് കാണിക്കാത്തവർ ആ പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. ഒരാളെങ്കിലും എന്തെങ്കിലും ഒരു ആദരവ് പറയാത്തവർ കാണില്ലെന്നാണ് പറയുന്നത് നാരായണ കവചം പഠിച്ചവർ. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഞാൻ പറഞ്ഞതല്ല. ശ്രവണ കീർത്തന ഫലം. യാതൊരുവൻ ഈ കവചത്തെ രാവിലെ വായിക്കുന്നുവോ, ആ കാലത്തിലോ ഭയം നേരിട്ടിരിക്കുന്ന സമയത്തോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നുവോ അവനെ ഭൂതങ്ങൾ സകല ജീവജാലങ്ങളും അവനെ നമസ്കരിക്കും, സർവഭയത്തിൽ നിന്നും മുക്തനാവുകയും ചെയ്യും. ഏതാം വിദ്യാമധിഗതോ വിശ്വരൂപാത് ശതക്രതു. വിശ്വരൂപാത് എന്നിട്ട് ഇച്ഛ വെട്ടിയിട്ട് ശതക്രതു എന്നാക്കുക, രൂപാത്ത് എന്നും ആക്കുക. ഏതാം വിദ്യാമധിഗതോ വിശ്വരൂപാത് ശതക്രതു. ത്രൈലോക്യലക്ഷ്മീം ബുഭുജെ വിനിർജിത്യ മൃധേ സുരാൻ. വിശ്വരൂപനിൽ നിന്ന് ഏതാം വിദ്യം ഈ വിദ്യയെ അധികത മനസ്സിലാക്കിയ ശതക്രതു എന്ന് പറഞ്ഞാൽ ആരാ, 100 പ്രാവശ്യം യജ്ഞം നടത്തിയ ആൾ, അശ്വമേധയാഗം നടത്തിയ ഇന്ദ്രൻ മൃധേ യുദ്ധത്തിൽ അസുരന്മാരെ ജയിച്ചിട്ട് ത്രൈലോക്യ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ത്രൈലോക്യ ഐശ്വര്യത്തെ ബുഭുജെ അനുഭവിച്ചു. ഈ വിദ്യയെ മനസ്സിലാക്കിയ ദേവേന്ദ്രൻ യുദ്ധത്തിൽ അസുരന്മാരെയെല്ലാം ജയിച്ച ശേഷം ത്രിലോകാധിപത്യം കിട്ടി. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ഷഷ്ഠസ്കന്ധേ രൂപപ്രകരണേ ശ്രീനാരായണകവചനിരൂപണം നാമ 8-മോऽധ്യായः. ഹരി ഓം.